അഞ്ചാമതായി നാഗമണി എന്ന ഐതിഹാസിക മാന്ത്രിക കല്ലുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ കൂടി ചലച്ചിത്രത്തിലേക്കും ദൂരദർശൻ പരമ്പരകളിലേക്കും തിരിച്ചു വരാം. കാരണം മറ്റൊരു കെട്ടുകഥയെ അടിസ്ഥാനമാക്കി ഒരു കഥ തയ്യാറാക്കുന്നതിൽ ഇവർ വീണ്ടും വിജയകരമായ ജോലി ചെയ്യുന്നു. മനുഷ്യ മനസ്സുകളുടെ അവിവേകത്തെ നല്ലപോലെ ചൂഷണം ചെയ്യുന്നു. നാഗമണി ഒരു നിഗൂഢ രത്നമാണ്. ഇത് എപ്പോഴെങ്കിലും കൈവശം വെച്ചാൽ പരിധിയില്ലാത്ത സമ്പത്തും മാന്ത്രിക ശക്തികളും അമർത്യതയും ലഭിക്കും. ഈ പ്രത്യേക രത്നം അല്ലെങ്കിൽ ഒരു കല്ല് ഒരു നാഗത്തിൻ്റെ തലയിൽ കാണപ്പെടുന്നതായി പറയപ്പെടുന്നു. ഈ രത്നത്തിന് രോഗശാന്തി ശക്തിയുണ്ടെന്നും അതിൻ്റെ പ്രഭ പാമ്പ് കടിച്ച വ്യക്തിയുടെ മേൽ പതിച്ചാൽ വ്യക്തിയെ സുഖപ്പെടുത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതിനൊന്നും ശാസ്ത്രീയമോ യുക്തിസഹമോ ആയ പശ്ചാത്തലമില്ല. എന്നാൽ ഈ നാഗമണിയുടെ യഥാർത്ഥ വസ്തുത, നാഗമണി എന്നതുതന്നെ ഒരു പുരാതന മിഥ്യയാണ്. ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതിനെ പാമ്പ് കല്ല് അല്ലെങ്കിൽ അണലിക്കല്ല്, അനിമേറ്റഡ് കല്ല്, അതുമല്ലെങ്കിൽ മൃഗങ്ങളുടെ അസ്ഥി എന്നിങ്ങനെ വിളിക്കുന്നു. ഇതൊരു നാടോടി മരുന്നായി ഉപയോഗിക്കുന്നു. പാമ്പുകൾ മാംസവും രക്തവുമുള്ള സൃഷ്ടികളല്ലാതെ മറ്റൊന്നുമല്ല. അതിനാൽ തന്നെ അവയുടെ തലയിൽ തലച്ചോറുണ്ട്, കല്ലുകളോ രത്നങ്ങളോ അല്ല. നിർഭാഗ്യവശാൽ ഈ രത്നം തേടി വലിയൊരു കൂട്ടം സർപ്പങ്ങൾ ഇപ്പോഴും വേട്ടയാടപ്പെടുകയും അവയുടെ തലകൾ വെട്ടിമാറ്റി നാഗമണി തിരയുകയും ചെയ്യുന്നു.